പശ്ചിമേഷ്യയിൽ സംഘർഷം കടുപ്പിച്ച് ഇറാൻ തിരിച്ചടിച്ചതിന് പിന്നാലെ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക. ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്ത മിസൈലുകളെ വെടിവെച്ചിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഉത്തരവിട്ടത്. ഇറാന്റെ ആക്രമണം നടന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറ്റ് ഹൌസ് ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത്. സ്വയം പ്രതിരോധത്തിന് എല്ലാ സഹായവും ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച അമേരിക്ക ഏപ്രിൽ 13 ഇസ്രയേലിനെതിരെ ടെഹ്റാൻ നടത്തിയ അവസാന ആക്രമണത്തിൽ ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ചിടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാൻ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടെന്ന് ഇസ്രയേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. അധികം വൈകാതെ തന്നെ ആക്രമണം നടക്കുകയും ചെയ്തു. ഇതോടെയാണ് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തിയത്. ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ഇസ്രയേൽ പൂർണ്ണ സജ്ജമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് അറിയിച്ചു. ഹിസ്ബുല്ല തലവൻ സെയ്ദ് ഹസൻ നസ്ലയെ ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ടെലവീവിൽ ആക്രമണം നടന്നതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. 4 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണത്തിന് ഇറാൻ പദ്ധതിയിടുന്നുണ്ടോ എന്ന അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. സൈന്യം നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ജനതയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.